വായുമലിനീകരണത്തെ പണമാക്കി മാറ്റാൻ കഴിഞ്ഞാലോ? 2026 കേന്ദ്ര ബജറ്റിലൂടെ ഇന്ത്യ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നത് അത്തരമൊരു വിപ്ലവമാണ്. 20,000 കോടി രൂപയുടെ കാർബൺ ആഗിരണ പദ്ധതിയിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് ഇനി വെറുമൊരു സേവനമല്ല, മറിച്ച് ലാഭകരമായ ഒരു ബിസിനസ്സായി മാറാൻ പോകുന്നു. അതായത് അന്തരീക്ഷത്തിലെ മലിനീകരണം കുറയ്ക്കുന്നതിന് ഒരാൾക്ക് ലഭിക്കുന്ന ഔദ്യോഗികമായ ഒരു പോയിന്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആണിത്. 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്ന് നീക്കം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് ഒരു കറൻസി പോലെ വിപണിയിൽ വിൽക്കാൻ സാധിക്കും. മലിനീകരണം കുറയ്ക്കുന്നവർക്ക് ഇതൊരു വരുമാന മാർഗമാകുമ്പോൾ അമിതമായി മലിനീകരണം നടത്തുന്ന കമ്പനികൾക്ക് ശിക്ഷാ നടപടികളിൽ നിന്ന് ഒഴിവാകാൻ പണം നൽകി ഈ ക്രെഡിറ്റുകൾ വാങ്ങേണ്ടി വരുന്നു. ഇതൊരു സ്കൂളിലെ പോയിന്റ് സിസ്റ്റം പോലെയാണ്. ക്ലാസ് മുറി വൃത്തിയാക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന പോയിന്റുകൾ അവർക്ക് സമ്മാനങ്ങളായി കൈമാറാം. എന്നാൽ ക്ലാസ് മലിനമാക്കുന്ന കുട്ടികൾക്ക് അവിടെ തുടരണമെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് പോയിന്റുകൾ വാങ്ങേണ്ടി വരും. ഇതേ തന്ത്രമാണ് ഫാക്ടറികൾക്കും കർഷകർക്കുമിടയിൽ സർക്കാർ നടപ്പിലാക്കുന്നത്. ഫാക്ടറികൾ പുറന്തള്ളുന്ന പുകയ്ക്ക് പരിഹാരമായി അവർ കർഷകരിൽ നിന്ന് കാർബൺ ക്രെഡിറ്റുകൾ പണം നൽകി വാങ്ങണം. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ കർഷകരാണ്. കൃഷിയിടങ്ങളിൽ കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചും രാസവളങ്ങൾ ഒഴിവാക്കിയും അവർ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നു. നെൽവയലുകളിൽ നിന്ന് പുറന്തള്ളുന്ന മാരകമായ മീഥേൻ ഗ്യാസിനെ നിയന്ത്രിക്കുന്നതിലൂടെ അവർക്ക് വലിയ അളവിൽ കാർബൺ ക്രെഡിറ്റുകൾ സ്വന്തമാക്കാം. കാലാവസ്ഥാ വ്യതിയാനം മൂലം വിളനാശം നേരിടുന്ന കർഷകന് കൃഷിയിൽ നിന്നുള്ള ലാഭത്തിനു പുറമെ ലഭിക്കുന്ന ഈ ഹരിത വരുമാനം ഒരു വലിയ ആശ്വാസമാകും. ഈ പ്രക്രിയയ്ക്ക് പ്രധാനമായി 4 ഘട്ടങ്ങളാണുള്ളത്. ആദ്യം നിങ്ങൾ എത്രത്തോളം കാർബൺ കുറച്ചു എന്ന് കൃത്യമായി രേഖപ്പെടുത്തണം. രണ്ടാമതായി സർക്കാർ ഏജൻസികൾ ഇത് പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തണം. തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ക്രെഡിറ്റുകൾ കാർബൺ എക്സ്ചേഞ്ചുകൾ വഴിയോ അല്ലെങ്കിൽ ചെറുകിട കർഷകരുടെ ഗ്രൂപ്പുകൾ വഴിയോ വൻകിട കമ്പനികൾക്ക് വിൽക്കാം. ഇന്ത്യൻ കാർബൺ മാർക്കറ്റ് നിലവിൽ വന്നതോടെ ഈ ഇടപാടുകൾ സുതാര്യവും ഡിജിറ്റലുമാണ്. നിലവിൽ അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ക്രെഡിറ്റിന് 800 മുതൽ 8,000 രൂപ വരെ വില ലഭിക്കാറുണ്ട്. ഇന്ത്യയിൽ ഇതിനായി ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി പോർട്ടലുകളിലോ കൃഷി മന്ത്രാലയത്തിന്റെ പ്ലാറ്റ്ഫോമുകളിലോ രജിസ്റ്റർ ചെയ്യാം. ജൈവ കൃഷി, നെൽവയലുകളിലെ AWD എന്ന രീതി, കൃഷിയിടങ്ങളിലെ മരങ്ങൾ എന്നിവ വഴി നിങ്ങൾക്ക് ഈ ക്രെഡിറ്റുകൾ സ്വന്തമാക്കാം. 2070 നെറ്റ് സീറോ എമിഷൻ കൈവരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഹരിത സാങ്കേതിക വിദ്യയിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടും. കർഷകന്റെ വിയർപ്പിനും പ്രകൃതിയുടെ പച്ചപ്പിനും ഒരേപോലെ മൂല്യം കൽപ്പിക്കുന്ന ഈ കാർബൺ ക്രെഡിറ്റ് വിപ്ലവം ഇന്ത്യയെ ഒരു സുസ്ഥിര സാമ്പത്തിക ശക്തിയാക്കി മാറ്റും. വരും തലമുറയ്ക്കായി നാം കരുതി വെക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണിത്.